പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെയിനിസ് മീഡിയയിലൂടെ ഇന്ന് ശ്രവിക്കാൻ പോകുന്ന വിഷയം ദശാംശത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ ദശാംശത്തെക്കുറിച്ച് ഒത്തിരി പറയുന്നതിൻ്റെ കാരണം, ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും ദശാംശം കൊടുക്കാൻ തുടങ്ങും. ദശാംശം കൊടുക്കാൻ തുടങ്ങിയാൽ കിട്ടാൻ തുടങ്ങും. നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു എന്നതുപോലെ ദശാംശം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് സാധിക്കൂ. മനുഷ്യരോട് സ്നേഹവും കരുണയും ഉള്ളവർക്ക് മാത്രമേ തനിക്കുള്ള സമ്പത്തിൻ്റെ ചെറിയൊരു വിഹിതം 10%, വരുമാനത്തിൻ്റെ 10% മാറ്റിവെച്ച് അത് സഹായം അർഹിക്കുന്നവരെ കണ്ടിട്ട് അത് കൊടുക്കാൻ തുടങ്ങിയാൽ ഒത്തിരി സ്വർഗം പറയാണ്. ദൈവം പറഞ്ഞ വാക്ക് ഇതാണ്: സ്വർഗ കവാടം തുറന്ന് നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ കൃഷിയുടെ മേൽ, വരുമാനത്തിൻ്റെ മേൽ, ജോലിയുടെ മേൽ, വാഹനത്തിൻ്റെ മേൽ, ഫലവൃക്ഷങ്ങളുടെ മേൽ, നാൽക്കാലികളുടെ മേൽ സ്വർഗം തുറന്ന് ഞാൻ അനുഗ്രഹം വർഷിക്കുമോ ഇല്ലയോ എന്ന് ദശാംശം കൊടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചറിയുവിൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ദശാംശം കൊടുക്കുക എന്നുള്ളത് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല, ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വലിയ ജോലിക്കാരനൊന്നല്ല, നമ്മൾ ചെറിയ ഒരു ശുശ്രൂഷകൻ. എനിക്ക് കിട്ടുന്ന ഇപ്പം പള്ളികളിലോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ, നമുക്ക് ധ്യാനം നടത്തുമ്പോൾ അവർ തരുന്ന ഒരു ടീ ഉണ്ട്. വലിയ ലക്ഷങ്ങളൊന്നും നമുക്ക് തരില്ല, ചെറിയൊരു സംഖ്യ നമുക്ക് തരുമ്പോൾ അതിലിപ്പോൾ അച്ഛനുണ്ടാവും, പാട്ടുകാരനുണ്ടാവും, ഞാനുണ്ടാവും, വേറെ ആരെങ്കിലും സഹായികൾ 2-4 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് മിച്ചമുള്ളതിൻ്റെ 10% ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ആ പൈസ ഉപയോഗിക്കാറുള്ളത്. എന്തിനു വേണ്ടിയിട്ടത് ചെയ്യണമെന്നും പറയുന്നത് മനസ്സിലായ. ഇത് പലരും ഇഷ്ടംപോലെ കോടിക്കണക്കിന് സമ്പത്തുള്ള ആൾക്കാരുണ്ട്. അവര് ദശാംശം കൊടുക്കുമ്പോൾ ചെണ്ട കൊട്ടി അറിയിച്ചിട്ട് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുക. ഒന്നിൽ പത്രത്തിൽ പരസ്യം വരും, അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ ആൾക്കാർ പറയും. കർത്താവ് പറയാ, അങ്ങനെ ചെയ്താൽ അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഒരു പ്രതിഫലം കിട്ടില്ല. കർത്താവ് പറയാ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വേണം നമ്മൾ ദശാംശം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അത് ആരും കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദശാംശം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. സുഭാഷിതം 13:8. എൻ്റെ ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സമ്പത്ത്. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ദൈവം തന്ന ജീവനാണ്. അത് വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് ദൈവം മനുഷ്യന്റെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പത്ത്. ഇത് പറയുമ്പോൾ എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ ഒരാൾ തട്ടിക്കൊണ്ടു പോവാന്നിരിക്കാം, ലോകത്തൊക്കെ നടക്കുന്ന സംഭവമാണ്. തട്ടിക്കൊണ്ടുപോകാം. അവർ പറയണ 1 കോടി രൂപ എനിക്ക് മോചനദ്രവ്യം തരണം. 1 കോടി രൂപ തന്നാൽ താങ്കളെ ഒരു പോറലേൽപ്പിക്കാതെ വീട്ടിലെത്തിക്കാം. അപ്പൊ നമ്മൾ കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ആളാന്ന് ഇരിക്കുക. പിച്ചക്കാരാരും തട്ടിക്കൊണ്ടുപോകാറില്ലല്ലോ, കോടീശ്വരന്മാര് തട്ടിക്കൊണ്ടുപോവുക. അപ്പൊ നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുള്ള ഒരാളെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവർക്ക് മക്കളും ഭാര്യയും സ്വന്തക്കാരും വേണ്ടക്കാരൊക്കെ ഉണ്ട്, സ്വന്തത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ട്. അപ്പൊ തട്ടിക്കൊണ്ടുപോയപ്പോ പ്രശ്നമായി, വിഷമായി. അപ്പനെ കാണാനില്ല, അപ്പനെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൻ്റെയാണ് ഈ സമ്പത്ത് മുഴുവനും. അപ്പൊ അവര് പറയാണ്, 1 കോടി രൂപ തന്നാൽ ഈ മനുഷ്യനെ ഞങ്ങൾ ഒരു ഉപദ്രവം ചെയ്യാതെ തിരിച്ച് വീട്ടിലെത്തിക്കാം, ഒരാഴ്ചക്കുള്ളിൽ. ഇല്ലെങ്കിൽ ആളെ കൊന്നുകളയെന്ന് പറയണം. അപ്പൊ സ്നേഹമുള്ള അപ്പനും സ്നേഹമുള്ള മക്കളാണെങ്കിൽ, അപ്പൻ സമ്പാദിച്ച സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ആ മക്കള് അപ്പന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അപ്പൻ സമ്പാദിച്ചതിൽ നിന്നോ മക്കൾ സമ്പാദിച്ചതിൽ നിന്നോ ആ പൈസ കൊണ്ടുകൊടുത്ത് അപ്പനെ രക്ഷിക്കാൻ പരിശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇനി ഈ പൈസ 1 കോടി രൂപ അവർ സംഘടിപ്പിച്ച് ഈ തട്ടിക്കൊണ്ടുപോയ ടീമിന് കൊണ്ടുപോയി കൊടുത്തു എന്ന് കരുതാം. ആ അപ്പന് തിരിച്ചു കിട്ടി, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, പ്രയാസം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ
ഈ അപ്പൻ സമ്പാദിച്ച പണം കൊണ്ട് അപ്പന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പന്റെ ജീവന് ഒരു ആപത്തും വരാതെ അപ്പന്റെ സമ്പത്ത് കൊണ്ട് അപ്പന്റെ ജീവൻ രക്ഷിക്കാൻ ആ സമ്പത്ത് ഉപകരിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറയാണ്, ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്. നമ്മള് പറയും, ഞാൻ ഗൾഫിൽ പോയി, യൂറോപ്പിൽ പോയി, കാനഡയിൽ പോയി, അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ സമ്പത്താണ് ഈ കാണുന്നതൊക്കെ. ഈ ബംഗ്ലാവും ഈ എസ്റ്റേറ്റും ഈ തോട്ടങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, 1 തിമോത്തി 6:7 പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയാണ്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് മനുഷ്യർക്ക് അറിയാം, എങ്കിലും അവർ കൊടുക്കില്ല. നാം ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, അമ്മ എന്നെ ഗർഭം ധരിച്ച് എന്നെ ഭൂമിയിലേക്ക് പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടെ വന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ്. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും വെട്ടിച്ചൊക്കെ പലിശ വാങ്ങിച്ചും അയൽക്കാരനെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കി വെച്ച മുതലാണ് നമ്മുടെ കയ്യിലുള്ളൂ. സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് അധികം സമ്പത്തൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആ സമ്പത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് സമ്പാദിച്ച്, നമ്മൾ പറയും ചില സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചുളിവില് കിട്ടിയെന്ന്. ചുളിവില് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ സ്ഥലം മേടിച്ചത്. 2 ഏക്കർ ഭൂമി ചുളിവില് കിട്ടിയപ്പോൾ മേടിച്ചതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് അവന്റെ നെഞ്ചില് ഒരു വേദന കിടപ്പുണ്ടാവും. അവരുടെ മകളുടെ കല്യാണത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ചെന്നപ്പോൾ ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കല്യാണം ഉറപ്പിച്ചത്. പക്ഷെ ലോൺ പാസ്സായില്ല. അപ്പൊ 2 ഏക്കർ ഭൂമി ഉണ്ട്. അപ്പൊ തൊട്ട വീട്ടുകാരൻ ഈ താപ്പില് ചുളിവില് അത് അടിച്ചെടുക്കുകയാണ്. അപ്പോ ആ മണ്ണിന്റെ മേല് ആ യഥാർത്ഥ ഉടമസ്ഥന്റെ മനസ്സിലെ വേദനയോ കണ്ണുനീരോ ഉണ്ടാവോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ചുളിവില് കിട്ടുന്ന സ്ഥലം അങ്ങനെ യഥാർത്ഥമായ വില കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം ചുളിവിൽ അടിച്ചെടുത്താൽ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ നിങ്ങളുടെ മക്കൾക്കോ അതൊന്നും ഉപകരിക്കില്ല. അത് അവിടെ എടുക്കും, ചത്ത പോലെ കിടക്കും, ഒരു വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ, ദോഷം. അപ്പൊ അതുകൊണ്ട് ചുളിവിൽ കിട്ടുന്ന സ്ഥലത്തു നിന്നും വാങ്ങിക്കല്ലേ. യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന്റെ മാന്യമായ വില കൊടുത്ത് വാങ്ങിക്കുക. ആ വാങ്ങിക്കുന്ന പണം സത്യസന്ധമായ പണമായിരിക്കണം. അതില് അന്യർക്ക് അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് അതിലുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് നിങ്ങൾ കൊടുത്തു വീട്ടുന്നത് വരെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം ലഭിക്കില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തില് പൗലോസിലെ പറയാണ്, നാം ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ സമ്പാദിച്ച് ആർക്കും ഒന്നും കൊടുക്കാതെ മക്കൾക്ക് ഭാഗം വെച്ച് പോലും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ സഹായം അറിയിക്കുന്നവനെ കണ്ടിട്ട് കണ്ണടക്കിയാണ്, അവർക്കൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആർക്കൊന്നും കൊടുക്കാതെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ ഭൂമിയിൽ ചെയ്ത സൽകൃത്യങ്ങൾ മാത്രമേ, സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മളോട് കൂടെ സ്വർഗത്തിൽ വരുള്ളൂ. അല്ലാതെ ഒന്നും സമ്പാദ്യങ്ങളൊന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കോടീശ്വരൻ കിഡ്നി രോഗം പിടിപെട്ട് മരിക്കാനിടയായി. അപ്പോൾ വർഷങ്ങളായിട്ട് ആള് 2-3 തവണ കിഡ്നി മാറ്റിവെച്ചതാണ്. എന്നിട്ട് ആ കിഡ്നി ശരിയായില്ല. അവസാനം ശരീരമൊക്കെ നീര് വന്ന് വീർത്ത് അയാള് മരിക്കാൻ കിടക്കുകയാണ്. അയാളുടെ ഭാര്യയുടെ ആങ്ങള ഒരു വികാരിയച്ഛനാണ്. മാത്രമല്ല അയാൾക്ക് 2 ആൺമക്കൾ, അവർ വിദേശത്താണ്. അവരുടെ അപ്പന് സീരിയസ് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യമാരെ 2 ആളുടെയും പറഞ്ഞയച്ചിട്ടുണ്ട്. ആൺമക്കളും കുട്ടികളും അവിടെയാണ്, വിദേശത്താണ്. അപ്പൊ ഇവര് അമ്മയും 2 മരുമക്കളും ആണ് ഈ അപ്പനെ കാത്തിരിക്കുകയാണ്, അപ്പന്റെ മരണം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നേരം വെളുക്കാറായപ്പോ ഈ അപ്പച്ചൻ മരിച്ചു. ശരീരമൊക്കെ നീര് വന്ന് വീർത്ത് കിടക്കുകയാണ്. അപ്പച്ചൻ മരിച്ചു. അപ്പൊ ഈ അമ്മച്ചിയുടെ മരിച്ച അപ്പച്ചന്റെ ഭാര്യ, ആ ഭാര്യയുടെ ആങ്ങള ഒരു പള്ളിയിലെ വികാരിയച്ഛനാണ്. അപ്പോ ഇടയ്ക്ക് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കും, അവരെ ആശ്വസിപ്പിക്കും. ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ
ഭാര്യ ആങ്ങളെ അച്ഛനെ വിളിച്ച് പറയാണ്, പള്ളിയിലത്തെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, സ്വന്തം ആങ്ങളെയാണ്. അപ്പോൾ ആള് പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കാറിലെത്തി. അപ്പോൾ ഇവിടെ പെങ്ങളും 2 മരുമക്കളും മാത്രമേ ഉള്ളൂ. അളിയൻ മരിച്ചു. അപ്പോൾ അച്ഛൻ വന്ന് അവരെ ആശ്വസിപ്പിച്ചു, ഓഫീസൊക്കെ ചൊല്ലി. അച്ഛൻ പറഞ്ഞു, അളിയനെ എങ്ങനെ കെടുത്തിയാൽ പറ്റില്ല, നമുക്ക് അളിയനൊന്ന് ഡ്രസ് ചെയ്യണം. അപ്പോൾ അതിന് മുണ്ടും ഷർട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അമ്മ, അതായത് പെങ്ങള്, മരിച്ച ആളുടെ ഭാര്യ പറയാണ് മൂത്ത മരുമകളോട് ഡാഡിയുടെ അലമാരിയിൽ പോയി ഡാഡിയുടെ മുണ്ടും ഷർട്ടും കൊണ്ടുവരാൻ പറയണം, ഉടുപ്പിക്കാൻ. അങ്ങനെ അവള് പതുക്കെ ജീൻസൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആളാണ്, കൈയില്ലാത്ത ബനിയനൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആളാണ്. മൂടൊക്കെ തട്ടി അവിടുന്ന് ഡാഡിയുടെ ബെഡ്റൂമിൽ ചെന്നു. അവിടെ ചെന്ന് അലമാരി തുറന്നപ്പോൾ ശവത്തിന് പറ്റിയ മുണ്ടും ഷർട്ടൊന്നുമില്ല, ഒക്കെ പുതിയതാണ്. അപ്പോൾ അവള് നാട്ടിലുള്ള സമയത്ത് ഈ പോളിസ്റ്റർ മുണ്ടിറങ്ങിയ സമയമാണ്, പോളിസ്റ്റർ മുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഒരു തവണയാണ് ഈ ഡാഡി കൊടുത്തിട്ടുള്ളൂ. അത് കഴുകി തേക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തമിഴന്മാർക്ക്. അങ്ങനെ ഈ പോളിസ്റ്റർ മുണ്ടാണെന്നുള്ള അറിയാതെ തേക്കുന്ന ആള് ഈ ചൂടുള്ള പെട്ടി, ചിരട്ടിട്ടിട്ട് കത്തിക്കുന്ന പെട്ടിയാണ്. ഈ പെട്ടി പോളിസ്റ്റർ മുണ്ടുമ്പോ വെച്ചപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു, അതവിടെ ഒട്ടി കരിഞ്ഞത്. അങ്ങനെ ഇവര് ആ മുണ്ട് അവിടെ കൊണ്ടുകൊടുത്തു, അതിന് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു തേപ്പുകാർ. പക്ഷെ ആ മുണ്ട് കളഞ്ഞിട്ടില്ല. ആ മുണ്ട് അവിടെ മടങ്ങി കിടക്കുന്നുണ്ട്. പുത്തൻ മുണ്ടാണ്, ഒരു തവണ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇവള് പല മുണ്ടുകളും ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ആ മുണ്ട് കിട്ടി. ആ മുണ്ട് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ മുണ്ട് എടുത്തിട്ട് അതെടുത്തു, ഒരു ഷർട്ട് എടുത്തു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഷർട്ട് വലിയ കുഴപ്പമില്ല, മുണ്ടും പുത്തൻ മുണ്ടാണ്. പക്ഷെ ഈ മടക്കി ഹാങ്ങറിൽ കിടക്കണ മുണ്ട് അതേപോലെ ഉടുക്കണമേ നിവർത്തണല്ലോ. നിവർത്തി നോക്കിയപ്പോൾ ഈ തേപ്പ് പെട്ടിയുടെ ഷേപ്പില് ഒരു ഓട്ടയാണ്. അപ്പോൾ ആ ഓട്ടയിൽ കൂടെ അളിയനെയും കാണാം, പെങ്ങളേനെയും കാണാം, 2ാമത്തെ മരുമകളെയും കാണാം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ ഡാഡിക്ക് ഈ മുണ്ടല്ലോ, ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടാക്കി തന്ന ഡാഡിക്ക് ഈ മുണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ മരുമകൾ പറയണേ, ഓട്ടയുള്ള ഭാഗം മൂട്ടിലേക്ക് വെച്ചാൽ മതി. ഓട്ടയുള്ള ഭാഗം മൂട്ടിലേക്ക് വെച്ചാൽ ശവത്തിന്റെ മൂട ആരും തുറന്നു നോക്കില്ലല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാനത് പറയാനുള്ള കാരണം ചിലപ്പോൾ തമാശയായിട്ട് തോന്നാൻ നിങ്ങൾക്കത്. ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം, നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാര്യയോ മക്കളോ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരും നമുക്ക് തരില്ല. നമുക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ വല്ല അഴുക്കുള്ള ഛർദിച്ച വല്ല തലയിണയും അതുപോലെ വല്ല പുതപ്പോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മുകളിലൊരു വെള്ളമുണ്ടൊക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ എടുത്തി നമ്മളവിടെ കൊണ്ടുപോയി കുഴിച്ചിടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോണേ. അപ്പൊ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മകള് നമ്മൾക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ചെറിയവർക്ക് നീ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ യേശുക്രിസ്തുവിന് തന്നെയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തില് നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ സ്വർഗത്തില് നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. നമ്മുടെ പേര് അവിടെ ഉണ്ട്. നിത്യജീവന്റെ പുസ്തകത്തില് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ സകലരുടെയും പേരുണ്ട്. ആ പേരുള്ള പുസ്തകത്തില് നമ്മുടെ പേരില് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നന്മയാണെങ്കിൽ പോലും അതവിടെ ദൈവം എഴുതി വെക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും സ്വർഗത്തിലെ നിത്യജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടിയാൽ നമുക്ക് നന്മ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണ മനുഷ്യന്റെ മാതാപിതാക്കന്മാരുടെ മകനോ മകളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. സങ്കീർത്തനം 51:5 നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പാപത്തോടെയാണ് ഞാൻ പിറന്നത്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പാപ സ്വഭാവമുള്ള മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. നമ്മൾ പറയില്ലേ, മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയില്ലേ. മാതാപിതാക്കന്മാര് അവരുടെ ജീവിത സ്വഭാവ വൈകല്യങ്ങളൊക്കെ, എല്ലാ ആസക്തികളും, ലൈംഗികമായ ആസക്തി, ജഡത്തിന്റെ ആസക്തി, കണ്ണിന്റെ ആസക്തി, സമ്പത്തിന്റെ ആസക്തി, അങ്ങനെ എല്ലാ ആസക്തികളും നിറഞ്ഞ മനുഷ്യരാണ് എല്ലാവരും. അവരിൽ നിന്നാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ഞാൻ പറയും, അച്ചപ്പം എന്ന് പറയുന്ന ഒരു പലഹാരമുണ്ട്. അച്ചപ്പം കോടിയിരിക്കുന്നതിന്റെ കാരണം, പലരും പല കാരണങ്ങൾ പറയും. ഞാൻ പറയുന്ന കാരണം ഇതാണ്:
അത് ഉണ്ടാക്കുന്ന അച്ചിന് കോട്ടമുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ എല്ലാ അച്ചപ്പം കോടിയിരിക്കും. അച്ചിന് കോട്ടമുണ്ടെങ്കിൽ പള്ളിയിലത്തെ അച്ഛനല്ല, അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചിന് കോട്ടമുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ അച്ചപ്പും കോടിയിരിക്കും. എന്നതുപോലെ മാതാപിതാക്കന്മാർക്ക് പലവിധ വൈകല്യങ്ങളും ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന മക്കള് പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ ഞാൻ പാപിയാണ്. അപ്പൊ ഈ പാപ സ്വഭാവത്തോടു കൂടി ഭൂമിയിൽ ജനിച്ച മനുഷ്യരെ പാപവുമായിട്ടാണ് ഇടപെട്ട് ജീവിക്കുന്നത്. തിന്മ നിറഞ്ഞ ലോകം എന്നാ പറയുന്നത്, നന്മ നിറഞ്ഞ മറിയം മാത്രമേ ഉള്ളൂ. തിന്മ നിറഞ്ഞ ലോകത്ത് പാപ സ്വഭാവമുള്ള ഒരു വ്യക്തി ജനിച്ചു വീണാൽ ആ തിന്മയുമായി ഇടപഴകി ജീവിച്ച് വളരുമ്പോൾ അവൻ തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയാവും. ജനിക്കുമ്പോ പാപി, ജീവിച്ചിരിക്കുമ്പോ പാപി, മരിക്കുമ്പോ പാപി. അപ്പൊ നമ്മൾ പിന്നെ എന്ത് പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കണേ? നമുക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. അതിനുള്ള പരിഹാരങ്ങളാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെ പറയുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ജെറമിയ 2:22. എത്രയേറെ താളിയും കാരവും നീ തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ കർത്താവിന്റെ തിരുമുമ്പിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എത്രയേറെ താളിയും കാരവും നീ തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പാപങ്ങളുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ നമുക്കത് ഏറ്റുപറയാൻ സാധിക്കും. പക്ഷേ ഓരോ പാപത്തിനും നമ്മുടെ ഹൃദയത്തിൽ ഒരു കറ പറ്റിപ്പിടിക്കുന്നുണ്ടെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ബീഡി വലിക്കുന്നവർക്കറിയാം, അത് ഒരു വെള്ള ഡബിൾ മുണ്ടിൽ ഊതിയാൽ അതിന്റെ കറ കാണും. കായവട്ടം പോകുന്നവരുടെ ശരീരത്തിൽ ഡ്രസ്സിലും കറയുണ്ടാവും. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ കറകളുണ്ടാവും. അപ്പോ ഞാനിപ്പോ ഈ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ വീട്ടിലെ ഒരു കായക്കൊല വെട്ടി. അപ്പൊ ഒരു ചുവന്ന ബനിയൻ ഇട്ടിട്ടാണ് ഞാൻ വെട്ടിയത്. പക്ഷെ ഇഷ്ടംപോലെ കറ ബനിയനിൽ വീണു, ആ കറ പോകുന്നില്ല. അപ്പൊ ഈ കറ നമുക്കറിയാം, ബീഡിക്ക് കറയുണ്ട്, മുറുക്കാന് കറയുണ്ട്, മസാലയ്ക്ക് കറയുണ്ട്, അതുപോലെ വാഴയ്ക്ക് കറയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ കറകളുണ്ട്. കർത്താവ് പറയാ ഓരോ പാപത്തിനും അതിൻ്റെതായ കറയുണ്ട്. അതിനെ പറയുന്ന പേരാണ് പാപക്കറ. എത്രയേറെ താളിയും കാരവും. പഴയ കാലഘട്ടത്തിലെ നമ്മുടെ പൂർവികരൊക്കെ തലയൊക്കെ തേച്ച് കുളിച്ചിരുന്ന് കാരം തേച്ചിട്ടാണ് കുളിച്ചിരുന്നത്. പിന്നെ താളിയും കാരവും നീ ശരീരത്തിന്റെ വെളിയിൽ തേച്ച് കുളിച്ചാലും നിന്റെ ഹൃദയത്തിലെ പാപക്കറകൾ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പാപക്കറ കാണുമ്പോഴൊക്കെ ദൈവം നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർക്കാൻ ഇടവരും. നമ്മുടെ കയ്യിലോ കാലിലോ കാണുന്ന ഭാഗത്തൊരു മുറിവുണ്ടായി, വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുറിവുണ്ടായി, അത് ഉണങ്ങി, പക്ഷെ അടയാളം അവിടെ ഉണ്ടാവും. അത് സ്റ്റിച്ച് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ മരുന്ന് വെച്ച് ഉണക്കിയതായിരിക്കാം, ഒരു അടയാളം അവിടെ ഉണ്ടാവും. ഈ അടയാളം കാണുമ്പോഴൊക്കെ ആ സംഭവം നമുക്ക് ഓർമ്മ വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടയാളം കാണുമ്പോൾ ഓർമ്മയുള്ള കാലത്ത് സംഭവിച്ചതാണെങ്കിൽ അടയാളം കാണുമ്പോൾ ഇത് ഇന്നമാതിരി ഉണ്ടായതാണെന്ന് നമ്മൾ പറയും. എന്നതുപോലെ നിന്റെ പാപത്തിന്റെ കറ നിന്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ്. മനുഷ്യൻ നോക്കുന്നത് ശരീരത്തിന്റെ വെളിയിലേക്കാണ്, കർത്താവ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അപ്പൊ ഈ പാപക്കറ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ പാപത്തെക്കുറിച്ച് കർത്താവ് ചിന്തിക്കാൻ ഇടവരാം. അതുകൊണ്ട് വചനം പറയാണ്, പ്രഭാഷകൻ 3:30, പ്രഭാഷകന്റെ പുസ്തകം 3:30, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം നിന്റെ പാപത്തിന് പരിഹാരമാണ്. ഹല്ലേലൂയ. ജലം ജ്വലിക്കുന്ന തീയിനെ, നമുക്കറിയാലോ, തീ കത്തി ജ്വലിക്കുമ്പോൾ വെള്ളം കോരി ഒഴിക്കുക, മണല് വാരി എറിയാന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജലം ജ്വലിക്കുന്ന തീയിനെ കെടുത്തുന്നത് പോലെ നിന്റെ ദാനധർമ്മവും ദശാംശവും നിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിവിടേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ദൈവം തരാത്തത് എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ അല്ല എന്ന മട്ടിൽ നീ എന്തിനെ അഹങ്കരിക്കുന്നു? എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അമ്മ പ്രസവിച്ച സമയത്ത് നമ്മൾ ഒന്നും കയ്യിലൊതുക്കി പിടിച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ദൈവം ദാനമായി തന്നതാണ് ഈ ജീവിതം, സമ്പത്ത്, വീട്, മക്കള്, ഭാര്യ, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. വിദ്യാഭ്യാസം, കഴിവ്, ആരോഗ്യം, സൗന്ദര്യം ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവം ദാനമായി തന്നതിന്റെ ഒരു ചെറിയൊരു വിഹിതമാണ് നിന്നോട് ദശാംശമായി അർഹതപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കാനായിട്ട് തമ്പുരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ
ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുറുപ്പന്തറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുറുപ്പന്തറ. അവിടെ മണ്ണാറപ്പാറ എന്ന് പറയുന്ന പള്ളി, മണ്ണാറപ്പാറ പള്ളി, അവിടേക്ക് എന്നെ ധ്യാനം നടത്താനായിട്ട് അവിടുത്തെ വികാരിച്ചൻ എന്നെ വിളിച്ചു. അതിന് ഞാനും നമ്മുടെ ടീമുകളുമായിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആ ചെല്ലുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞാണ്, കുറച്ച് പ്രായമുള്ള അച്ഛനാണ്, പേര് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഇവിടെ ചിക്കൻ ഗുനിയ പടർന്ന് പിടിച്ചിരിക്കുക, ചിക്കൻ ഗുനിയ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ധ്യാനത്തിൽ 3-ാമത്തെ ദിവസമാണ് ഞാൻ ദശാംശൻ്റെ ക്ലാസ് കൊടുക്കുക. ഈ ക്ലാസ് ഞാൻ കൊടുത്തു. ക്ലാസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞേ, ജോസേ, ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒത്തിരി പേര് വരും, മറ്റുള്ള ധ്യാനത്തിനൊന്നും അധികം ആൾക്കാർ വരില്ല. ഞായറാഴ്ച 2 കുർബാനയുണ്ട്. ആ 2 കുർബാനയിലും 1 മണിക്കൂർ വീതം ഈ ദശാംശത്തെ കുറിച്ച് നീ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അത് ബുദ്ധിമുട്ടാണ്. കുർബാനയ്ക്ക് വരുന്ന ആൾക്കാർ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്നവരല്ലല്ലോ, എന്തായാലും നിർബന്ധമായിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അതിന് എൻ്റെ ടീമിലുള്ളവർക്ക് ധ്യാനം കഴിഞ്ഞിട്ട് പോയി, ഞാൻ ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി, ഞാൻ ഞായറാഴ്ച അവിടെ നിന്ന് 2 കുർബാനയുടെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഓരോ കുർബാന ഈ പ്രസംഗം കഴിയുമ്പോൾ അച്ഛൻ പറയും, അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ബേസിനുമായിട്ട് വരും, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% കൃത്യമായിട്ട് നിങ്ങൾ കവറിലാക്കി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി ആ ബേസിൽ നിക്ഷേപിക്കണം. എന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ പുറമെയുള്ളവർക്ക്, അർഹതപ്പെട്ട വ്യക്തികൾക്ക് അത് കൊടുക്കണം. അങ്ങനെ അച്ഛൻ നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഞാൻ ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ +2 വിദ്യാർത്ഥികൾക്ക് ഒരു ധ്യാനം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യത്തെ ധ്യാനം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നെ 2ാമത്തെ ധ്യാനത്തിന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ മുന്നിലൊരു കസേര ഇട്ടുണ്ട്, അതിലിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു ബുക്ക് എനിക്ക് തന്നു, നീളത്തിലുള്ള ഒരു പുസ്തകം. ഇത് ഒന്ന് തുറന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ, ഞാൻ പള്ളി ഓഡിറ്റിങ്ങിന് വന്ന ആളല്ലോ, ധ്യാനം നടത്താൻ വന്നതല്ലേ, നീ എടുത്ത് വായിക്കുന്നു. അപ്പൊ നോക്കിയപ്പോൾ 4,60,65,000 രൂപ വരുമാനം 3 മാസം കൊണ്ട്. അതിൽ കുറെ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറയാണ്, ഇപ്പൊ ദശാംശം അവർ കൃത്യമായിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ചിക്കൻ ഗുനിയ പൂർണ്ണമായും കർത്താവ് എടുത്തു മാറ്റിയെന്ന്. ഹല്ലേലൂയ. ഇതൊരു വികാരിയച്ഛൻ്റെ, ഡോക്ടറേറ്റൊക്കെയുള്ള അച്ഛനാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു വികാരിയച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. കൃത്യമായിട്ട് അവർ ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ദേശത്ത് നിന്ന് ചിക്കൻ ഗുനിയ പൂർണ്ണമായിട്ടും കർത്താവ് എടുത്തു മാറ്റി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദശാംശം കൊടുക്കാൻ തുടങ്ങിയാൽ രോഗശാന്തി കിട്ടുന്നുള്ള കാര്യം അവിടുത്തെ വികാരിയച്ഛൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഈ അടുത്ത് 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭൂമി വിൽക്കാന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഭൂമിയൊന്നുമല്ല. ബൈബിളിൽ പറയുന്നുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു രാജാവ് പറയാണ്, നൈൽ നദി ഞാൻ ഉണ്ടാക്കിയതല്ലേ, നൈൽ നദി അയാൾ ഉണ്ടാക്കിയതാണ്. അവിടെ മനുഷ്യൻ ഇതൊക്കെയാണ് പറയണേ, ഞാൻ ഉണ്ടാക്കിയതാണ് നൈൽ നദി. അപ്പൊ ഇവിടെ ദശാംശത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ധ്യാനം നടത്തുന്ന ആളാണ്. പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ എന്നെ വിളിച്ചാൽ ഞാൻ വന്ന്, ഞങ്ങൾ ടീം അച്ഛന്മാരൊക്കെ ഉണ്ട്, വന്ന് ധ്യാനം നടത്തുന്നവരാണ്. അപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിരുന്നു, ബോംബെന്ന് വിളിച്ചിട്ട് പറഞ്ഞാണ്, അവർക്ക് മദ്രാസിൽ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, വലിയൊരു സംഖ്യക്ക് വിൽക്കേണ്ട ഫ്ലാറ്റാണ്, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ അത് വിൽക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ധ്യാനം നടത്താനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. ഒരു ധ്യാനം നടത്താൻ ലക്ഷങ്ങളൊന്നും വേണ്ട, 15,000 20,000 നമ്മളിപ്പോൾ തൽക്കാലം മേടിക്കുന്നുള്ളൂ, അതിനുള്ള ആൾക്കാരെ വരുന്നുള്ളൂ. 10, 25, 30 പേര് വരികയാണെങ്കിൽ ഒരു 15,000-നും 20,000-നും ഇടയ്ക്കുള്ള സംഖ്യയിൽ നമുക്ക് അവിടുത്തെ ഭക്ഷണം, താമസം, വാടക കൊടുക്കലും, അച്ഛന്മാർക്ക് കൊടുക്കലും, പാട്ടുകാരനും പൈസ കൊടുക്കലൊക്കെ 10-20,000 ഒതുങ്ങും. ആള് കൂടുമ്പോൾ കാശ് കൂടും. ഇപ്പൊ അവിടെ ഞങ്ങൾ നടത്തുന്നത് പഴയന്നൂർ കല്ലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോർബർട്ട് ഫാദേഴ്സിന്റെ ഒരു ധ്യാന കേന്ദ്രമാണ്. 75 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉള്ളൂ. ആൾക്കാരെ AC റൂമുണ്ടോ, ഡബിൾ കോട്ട് കട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ധ്യാനത്തിന് വിളിക്കുന്നത്. ഞാൻ പറയാം, അതൊന്നും അവിടെ ഇല്ല. അവിടെ ഡോർമെറ്ററിയാണ്, സ്ത്രീകൾക്ക് മുകളിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലും താമസിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയിട്ട് കുറെ കാലത്തേക്ക് അച്ഛന്മാർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ചെറിയൊരു സെന്ററാണ്. അത് 10-15 പേർക്ക് താമസിക്കാൻ 4-5 അച്ഛന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസമുള്ള ധ്യാനം ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു ധ്യാനം നടത്താൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ഥലം വിൽപ്പന നടന്നു. മദ്രാസിൽ, ചെന്നൈയിലുള്ള സ്ഥലം വിൽപ്പന നടന്നു.
അപ്പോൾ ഞാൻ ജോസ് ബ്രദറിനോട് പറഞ്ഞിരുന്നു ഒരു ധ്യാനം നടത്താനായിട്ട് ഞാൻ സഹായിക്കാം, അത് ഞാൻ എപ്പോഴാണ് വേണ്ടെങ്കിൽ ഞാനത് തന്നോളാം എന്ന്. എൻ്റെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചോ, ആ സമയമാകുമ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ആൾ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. ചെന്നൈയിൽ എന്നെ സഹായിക്കാൻ ഒരു തമിഴത്തി ഉണ്ടായിരുന്നു. അവൾക്ക് വീടില്ല. അവൾക്ക് ഞങ്ങളൊരു വീടും ചെറിയൊരു സ്ഥലം വാങ്ങി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞ വാക്ക് ഇതാണ്: അമ്മച്ചി, ആ സഹോദരിയുടെ നിലവിളി ദൈവം കേട്ടു. മാത്രമല്ല, ഞങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. അവരുടെ നിയോഗങ്ങളും ദൈവം കേൾക്കാൻ തയ്യാറായതുകൊണ്ടായിരിക്കാം നമ്മുടെ സ്ഥലം വിറ്റുപോയത്. അങ്ങനെ അവരത് പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായി. അപ്പോൾ ദശാംശം കൊടുക്കാൻ തയ്യാറായാൽ വിൽക്കാനിട്ടിരിക്കുന്ന ഭൂമിയായാലും കെട്ടിടമായാലും വീടായാലും വിറ്റുപോകാൻ സാധിക്കും എന്ന കാര്യം എന്നെ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ നവംബറിൽ ഒരു ചേട്ടൻ ധ്യാനിക്കാൻ വന്നു ഞങ്ങളുടെ ധ്യാനത്തിൽ. കോട്ടയത്ത് നിന്ന് ആള് വന്നപ്പോൾ ആളുടെ ഒരു 1.5 ഏക്കർ ഭൂമി വിൽക്കാനിട്ടുണ്ട്. റബ്ബർ തോട്ടമാണെന്ന് എനിക്ക് തോന്നാം. 4 കൊല്ലമായിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. ഇയാൾ ധ്യാനത്തിന് വരാൻ വന്നിട്ട് ആൾ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നു കഴിഞ്ഞിട്ട് ആള് 2ാമത്തെ ദിവസം ആൾക്കൊരു ഫോൺ വരികയാണ് കോട്ടയത്ത് നിന്ന്. ചേട്ടൻ എവിടെയാ? ചേട്ടൻ്റെ സ്ഥലം ഞങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ എവിടെയാ? അപ്പോൾ ആൾ പറഞ്ഞു ഞാനൊരു ധ്യാനത്തിലാണ്. ധ്യാനം കഴിഞ്ഞ് വേഗം ഞങ്ങൾക്കത് തീർ കഴിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ടെന്ന്, വിദേശത്ത് പോകാനായിട്ടെന്ന്. അപ്പോൾ അയാളുടെ സ്ഥലം ഇയാൾ ധ്യാനം കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നിട്ട് സ്ഥലം തീർന്നെടുക്കുകയാണ്. ആ സ്ഥലം തീർന്നെടുക്കുകയാണ്. 4 കൊല്ലമായിട്ട് നടക്കാത്തത് ധ്യാനത്തിൽ കൂടിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു പറയുന്നുണ്ടല്ലോ. ആ ശുദ്ധീകരണം വചനം കേട്ടതിലൂടെ, കുമ്പസാരത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ, ക്ഷമിക്കാൻ സാധിക്കുന്നതിലൂടെ, ദശാംശം കൊടുക്കാൻ തീരുമാനിക്കുന്നതിലൂടെയൊക്കെ ആ ശുദ്ധീകരണം, ആന്തരികമായ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഈ മണിക്കൂർ നീ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഇത് ലോകം മുഴുവനും കേൾക്കുന്ന മക്കൾക്ക് കൃത്യമായിട്ട് അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ദശാംശം മാറ്റിവെച്ച് ദാനധർമ്മം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് എല്ലാ മക്കൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ വിറ്റുപോകാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, വീടുകൾ, കെട്ടിടങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നുണ്ട്. ദൈവമായ കർത്താവേ, അതെല്ലാം ദൈവം സൃഷ്ടിച്ച വസ്തുക്കളാണ്. ഞങ്ങളത് കൈവശം വെച്ച് ജീവിക്കുന്നവരാണെന്ന് മാത്രം. അത് വിൽക്കാൻ സഹായിക്കണമേ. അത് വിൽക്കാൻ സാധിച്ചാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായം പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാം. ദാനധർമ്മം ചെയ്യാനും ദശാംശം മാറ്റിവെക്കാനും ഞങ്ങൾ സന്നദ്ധനാണെന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം. നല്ലവനായ ദൈവമേ, ഈ വചനം സ്വീകരിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങൾ എല്ലാ മാസവും പഴയന്നൂര് കല്ലംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നോർബർട്ട് ധ്യാന കേന്ദ്രം, വചനോത്സവത്തിലൊക്കെ അതിൻ്റെ പരസ്യം വരുന്നതാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള 48 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു ധ്യാനം. 3-ാമത്തെ വെള്ളി, ശനി, ഞായർ. 3-ാമത്തെ വെള്ളിയാഴ്ച 5 മണിക്ക് ധ്യാനം തുടങ്ങി, ഞായറാഴ്ച 4 മണിക്ക് തീരും. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ട് പൂർത്തിയാവുന്ന ധ്യാനം. അതിൽ കുമ്പസാരം, കൗൺസിലിംഗ്, കുർബാന, ആരാധന, അഭിഷേക ആരാധന, അതുപോലെ വിടുതൽ ശുശ്രൂഷകൾ, കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ധ്യാന കേന്ദ്രം ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വരുന്ന ഫെബ്രുവരി 3-ാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് 5 മണിക്ക് ധ്യാനത്തിന് വരാം. ധ്യാനത്തിന് ഫീസ് ഈടാക്കുന്നില്ല. താമസിച്ച് ധ്യാനം കൂടി നിങ്ങൾക്ക് പോകാം. അവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ വചനം കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നു. ഭക്ഷണം ഞങ്ങൾ തന്നെ പാകപ്പെടുത്തിയിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് സാധിക്കാവുന്നവർക്ക് ആ ധ്യാനത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. വചനം ഗ്രഹിക്കുവാൻ തക്കവിധം ഇവിടെ മനസ്സുകൾ തുറന്നു കൊടുക്കണമേ. സത്യസന്ധമായി ആത്മാർത്ഥമായി വചനം പങ്കുവയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അത് ശ്രവിക്കുന്നവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ദശാംശം മാറ്റിവെക്കാനും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനൊക്കെയുള്ള മനോഭാവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.